നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളുടെ കൂടുതലായിട്ടും നല്ല നല്ല വെജിറ്റേറിയൻ വിഭവങ്ങളുണ്ട്. അത്തരം ഒരു ഐറ്റമാണ് നമ്മളിവിടെ നിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് നമ്മൾ ചെയ്യുന്നതും. ഇതൊരു നോർത്ത് ഇന്ത്യൻ വിഭവം തന്നെയാണ്. പിന്നെ ഇത് നമ്മൾക്ക് വീട്ടിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അതേസമയം മുന്തിയ ഹോട്ടലിൽ പോയാലും മെനു കാർഡിൽ കാണുന്നതുമാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു പനീർ കൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ വെജിറ്റേറിയൻസിന് എപ്പോഴും എന്തൊക്കെയാണ് സാധാരണ കിട്ടുന്നത്? അപ്പോൾ ഇങ്ങനത്തെ സ്പെഷ്യൽ ഡിഷസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അത് പനീറാകാം, അല്ലെങ്കിൽ മഷ്റൂം ആകാം, പിന്നെ കോളിഫ്ലവർ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലായിട്ടും എടുക്കുന്നത്. അപ്പോൾ നമ്മളിത് പനീർ കൊണ്ട് തയ്യാറാക്കുന്നു. ഒരു സിമ്പിൾ കാര്യം തന്നെയാണ്, പനീർ ഷാഹി കുറുമ. അപ്പോൾ പനീർ കുറുമയാണ് ഒരു ഷാഹി സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ കുറുമയാണ് പനീർ ഷാഹി കുറുമ. വളരെ എളുപ്പം, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പനീർ 400 ഗ്രാം ചെറിയ ചതുര കഷ്ണങ്ങളായി മുറിച്ചത്, പശുവിൻ പാൽ 1 കപ്പ് മുതൽ 1.25 കപ്പ് വരെ, ഫ്രഷ് ക്രീം 3/4 കപ്പ്, സവാള 2 ഇടത്തരം ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് 1 വലുത് ചെറുതായി അരിഞ്ഞത്, മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പട്ട 1 ചെറിയ കഷ്ണം, ഏലക്ക 5 എണ്ണം, കസൂരി മേത്തി പൊടിച്ചത് 1/4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വെണ്ണ 1.5 ടേബിൾ സ്പൂൺ, മല്ലിയില അരിഞ്ഞത് ആവശ്യത്തിന്. അപ്പോൾ നമുക്ക് പനീർ ഷാഹി കുറുമ തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ കാര്യങ്ങളെല്ലാം ഇവിടെ റെഡിയാണ്. വളരെ എളുപ്പമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ചൂട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പിൽ വെച്ച് തീ കത്തിക്കാം. ഇനി ഇതിൽ ഒരുപാട് കുക്കിംഗ് ടൈമൊന്നുമില്ല. അതായത് ഇത് വേകാൻ ആയിട്ട് ഒരുപാട് സമയം അങ്ങനെയൊന്നും ആവശ്യമില്ലല്ലോ. കാര്യം പനീർ എന്ന് പറഞ്ഞാൽ ഇത് ഓൾറെഡി വെന്ത് കഴിഞ്ഞൊരു കാര്യമാണ്. അതെങ്ങനെയാണ്? കാര്യം പാലിൽ നിന്നാണ് പനീർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊരു 400 ഗ്രാം പനീറാണ് ഞാനിവിടെ റെഡിയാക്കി വെച്ചത്. അപ്പോൾ 400 ഗ്രാം പനീർ ചെറിയ ചതുര കഷ്ണങ്ങളായിട്ടൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായി. ഇനി ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ വെണ്ണ ഉരുക്കി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു മസാല. ഇതിപ്പോൾ ഹോൾ സ്പൈസസ് ആണ്. ഹോൾ സ്പൈസസ് എന്ന് പറയുമ്പോൾ മുഴുവനെയാണ് നമ്മൾ മസാല ഇടുന്നത്, പൊടിയല്ല. ഗരം മസാലയുടെ പൊടിയല്ല. ഗരം മസാലയുടെ എല്ലാ കാര്യങ്ങളും വേണമെന്ന് നിർബന്ധമില്ല. നമ്മളിതിൽ പ്രധാനമായിട്ട് ഏലക്കായും പട്ട കുറച്ച് മതി. ഏലക്ക ഒരു 4-5 ഏലക്ക. അതൊന്ന് ചതച്ച് ചേർക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലത്, അല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നമ്മളൊന്ന് ചതച്ചെടുത്ത് ഏലക്ക അതിൻ്റെ തൊലിയോട് കൂടി തന്നെ ഇതിലേക്ക് ഇടാം. അപ്പം വെണ്ണ ഉരുകി നല്ലതായിട്ട് ചൂടായി, ഏതാണ്ട് ഇപ്പോൾ നെയ്യുടെ ഭാഗത്തിലേക്ക് ആകുകയാണ്. ഇനി അതിനോടൊപ്പം അല്പം മതി പട്ട, ഒരു ചെറിയ പീസ് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മുറിച്ച് ഇടാം. ഒരുപാട് വേണ്ട. ഇതിനകത്ത് ഒരുപാട് മസാലയുടെ ഒരു മണമൊന്നും വരേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നല്ലൊരു സ്വാദുള്ളൊരു വിഭവമാണ്. ഇപ്പം ഏലക്ക ഇങ്ങനെ ആ വെണ്ണയിൽ കിടന്ന ഏലക്കയും പട്ടയും ഇത് പ്രത്യേക മണമാണ്, നല്ലൊരു ഫ്ലേവറാണ്. അപ്പം അത് മൂത്തൊരു മണം, നല്ലൊരു മണം വന്നു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മളൊരു 2 ഇടത്തരം സൈസിലെ സവാളയാണെങ്കിൽ 2 എണ്ണം, വലുതാണെങ്കിൽ 1 വലുത് ചെറുതായി അരിയണം. ഇതിനോടൊപ്പം തന്നെ നമുക്ക് 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർക്കാം. 2 ചെറുതായി അരിഞ്ഞതാകാം, അല്ലെങ്കിൽ 2-3 പീസായിട്ട് ഇങ്ങനെ 2ആയിട്ട് പിളർന്നിട്ട് മുറിച്ചിട്ടാലും മതിയാകും. അപ്പോൾ സവാളയുടെ നിറമൊക്കെ ഒന്ന് മാറട്ടെ. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ചേർക്കാം. പക്ഷേ ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ല. ഇനി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. പനീർ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. എന്തായാലും ഇതിൻ്റെ നിറം ഒന്ന് മാറി വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ സവാളയുടെ നിറമൊക്കെ ചെറുതായി മാറി തുടങ്ങുന്നു, ഒരു ഇളം ബ്രൗൺ കളറായി വരികയാണ്. ഇനി ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ചേർക്കാം. ഇനി ഓരോന്നോരോന്നായിട്ട് ചേർക്കുക ഒരുപാട് കാര്യമൊന്നുമില്ല, വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. മഞ്ഞൾപ്പൊടിയാണ് ആദ്യത്തെ കാര്യം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതുപോലെ 1 ടീസ്പൂൺ മുളക് പൊടി, ഏത് തരം മുളക് പൊടിയാകാം 1 ടീസ്പൂൺ. അത്ര വലിയ സ്പൈസി ആയിട്ടുള്ളൊരു കാര്യമൊന്നും അല്ല ഇത്. കുറുമയല്ലേ. കുറുമ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു പിന്നെ ഇച്ചിരി ഒരു എരിവ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഒരുപാട് സ്പൈസി അല്ല, ഭയങ്കര എരിവ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. കുറച്ച് സട്ടിലായിരിക്കണം, വളരെ ചെറിയ രീതിയിൽ. അപ്പോൾ അതിൻ്റെ ഒരു പച്ച ചുവ മാറുന്ന അത്ര സമയം ഇത് മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും ആയി കഴിഞ്ഞു. നമ്മളുടെ ഷാഹി കുറുമ നിമിഷങ്ങൾക്കകം റെഡിയാകും. അപ്പോൾ നമ്മുടെ തീ അല്പം കുറച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രഷ് ക്രീം, അതൊരു 3/4 കപ്പ് ഫ്രഷ് ക്രീം. നല്ല കുറുകിയ ക്രീമാണ്. ഇനി ഈ ക്രീമിനോടൊപ്പം പാൽ, 1-1.5 കപ്പ് പാൽ എടുത്ത് വയ്ക്കുക ആവശ്യാനുസരണം. 1 മുതൽ 1.25 1.5 കപ്പ്, എത്ര ഗ്രേവിയാണ്. ചിലർക്ക് വളരെ കുറുകിയ കുറുമയാണ് ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ
അതിനനുസരിച്ച്. അപ്പോൾ ഫ്രഷ് ക്രീമും പാലും ചേർത്ത് കഴിഞ്ഞു. 1.25 കപ്പ് പാൽ. അപ്പോൾ നല്ല ഒരു തിക്കായിട്ട് ഒരു കുറുകിയ എന്താ പറയുക, ഒരു റിച്ച് ഗ്രേവിയാണിത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ കുറച്ചുകൂടെ റിച്ച് ആക്കാം. അതായത് ഇപ്പോൾ പാലെന്നുള്ളത് നമ്മളിപ്പോൾ 1 കപ്പ് 1.25 കപ്പേ ഒഴിച്ചിട്ടുള്ളൂ. പക്ഷേ 2 കപ്പ് പാൽ വരെ ഒഴിക്കാം. പക്ഷേ അതിനോടൊപ്പം കുറച്ച് കാഷ്യൂനട്ട് പേസ്റ്റും കൂടി ചേർക്കണം. ഒരു 25 ഗ്രാം അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്ത് അരച്ച് ചേർത്താൽ ഗ്രേവി കുറച്ചുകൂടി കിട്ടും നമ്മൾക്ക് വേണമെങ്കിൽ. അപ്പോൾ പാലിൻ്റെ അളവ് കൂട്ടാം. നമ്മളിപ്പോൾ 1.25 കപ്പിന് പകരം 2 കപ്പ് പാൽ ഒഴിച്ചിട്ട് ഒരു 25 ഗ്രാം അണ്ടിപ്പരിപ്പ് അരച്ചതും കൂടി ചേർത്താൽ കുറച്ചുകൂടി അതിന് അരപ്പുണ്ടാകും, കുറച്ചുകൂടി ഒരു ഗ്രേവിയൊക്കെ ഉണ്ടാകും. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പനീറിൻ്റെ പീസസ്, മുറിച്ച് വെച്ചിരിക്കുന്ന 400 ഗ്രാം പനീർ പീസസ് ചേർക്കാൻ പോവാണ്. പനീർ പീസസിനെ നമ്മൾ തവിയിട്ട് ഇളക്കി ഒരുപാട് ബുദ്ധിമുട്ടിക്കേണ്ട. പാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് അനക്കി കൊടുത്താൽ മതിയാകും. ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിള വന്ന് എല്ലാം കൂടി ഒന്ന് കുറുകി വരട്ടെ. അത് കഴിഞ്ഞിട്ട് ഇനി 2 കാര്യങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ട്, ഉപ്പ്. നമ്മൾ ഗ്രേവിയിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല, ഒരല്പം ഉപ്പും കൂടി ചേർക്കാം. നന്നായിട്ട് തിളക്കട്ടെ. തവി വെച്ച് ഇളക്കുകയാണെങ്കിലും സാവധാനം, പനീർ പീസസ് ഒന്നും പൊടിഞ്ഞൊന്നും പോകാത്ത രീതിയിൽ വളരെ സാവധാനം ഇളക്കി കൊടുക്കുക. അപ്പം ഇതൊന്ന് തിളച്ചൊന്ന് കുറുകണം. ഇപ്പോൾ നമ്മളുടെ പനീർ ഇച്ചിരി നേരം ഇങ്ങനെ തിളച്ച് ഇങ്ങനെ ഒരു 5 മിനിറ്റ് തിളപ്പിച്ചാൽ മതി. അപ്പോഴത്തേക്കും അതിൻ്റെ ഗ്രേവി കണ്ടോ നല്ല കുറുകിയ രീതിയിൽ ആയിക്കഴിഞ്ഞു. അപ്പോൾ ഏകദേശം ഒരു 1.5 കപ്പ് പാൽ വരെ ഒഴിക്കാം. 3/4 കപ്പ് ഫ്രഷ് ക്രീം, ഇത്രയാണ് വേണ്ടത്. കാഷ്യൂ പേസ്റ്റ് ചേർക്കാണ്ട് തന്നെ നല്ല കുറുകിയ ഒരു പാകം. പിന്നെ ഗ്രേവി കുറച്ചുകൂടി കൂടുതലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്, കുറച്ചുകൂടി പാൽ ഒഴിച്ചിട്ട് കുറച്ച് കാഷ്യൂ പേസ്റ്റും കൂടെ വേണമെങ്കിൽ ചേർക്കാം. ഇത് തന്നെ നല്ലൊരു സ്വാദാണ്. ഇനി ഇതിലേക്ക് ഒരല്പം ഒരു 1/4 ടീസ്പൂൺ കസൂരി മേത്തി പൊടിച്ചത്, ഒരുപാടൊന്നും വേണ്ട, 1/4 ടീസ്പൂൺ. അതിപ്പോൾ വ്യത്യസ്തമായ കുറച്ചുകൂടി നല്ല ഒരു ഫ്ലേവർ വരും. കസൂരി മേത്തി പൊടിച്ചത്, ഇത് ഉലുവ ചീരയുടെ ഉണങ്ങിയ ഇലയാണ്, പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും കസൂരി മേത്തി. അപ്പോൾ കസൂരി മേത്തിയുടെയാണ് ആ നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ ശരിക്കും നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എല്ലാം ആയിക്കഴിഞ്ഞു. ഇനി മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്താൽ മാത്രം മതി. കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില അരിഞ്ഞത്. അങ്ങനെ നമ്മുടെ റിച്ച് ഗ്രേവിയോടുകൂടിയ അല്ലെങ്കിൽ നല്ല കുറുകിയ ചാറോട് കൂടിയ പനീർ ഷാഹി കുറുമ റെഡിയായി കഴിഞ്ഞു. എന്തൊരു സ്വാദാണെന്നറിയത്, നല്ല സ്വാദാണ്. ഇത് ശരിക്കും വെജിറ്റേറിയൻസിന് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. പിന്നെ വെജിറ്റേറിയൻസ് അല്ലാത്ത ആൾക്കാർക്കും ഇത് കഴിക്കാൻ ഇഷ്ടം തന്നെയായിരിക്കും എന്തായാലും. ഇത് റൈസിൻ്റെ കൂടെ, നല്ല വെള്ള ചോറിൻ്റെ കൂടെയും, പിന്നെ അത് ചപ്പാത്തിയുടെ കൂടെ, നാൻ, റോട്ടി, ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ പുലാവ് എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷ് ആയിരിക്കും. ഇനി നമുക്ക് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടാൽ തന്നെ വളരെ റിച്ചായിട്ടുള്ള നല്ല ഭംഗിയുള്ള, എന്ത് രസം അറിയാമോ കാണാനും, ഉണ്ടാക്കാനുള്ള എളുപ്പം, കഴിക്കാനുള്ള സ്വാദ്, കാണാനുള്ള ഭംഗി, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഏറ്റവും വെള്ളമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് അലങ്കരിക്കാം. ചെറിയൊരു കോൺട്രാസ്റ്റ് ഗ്രീൻ കളർ. അങ്ങനെ നമ്മളുടെ പനീർ ഷാഹി കുറുമ ഇവിടെ റെഡി ആയി കഴിഞ്ഞു.
നല്ല രസമുള്ളൊരു കാര്യമാണ്. ഉണ്ടാക്കാൻ ഏതൊരു വീട്ടമ്മയ്ക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. വീട്ടിൽ അതിഥികൾ വന്നാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. കാര്യം ഒരുപാട് പ്രോസസ്സ് ഒന്നും ഇല്ലല്ലോ, എന്ത് സിമ്പിളാണ്. ഒരു പക്ഷേ നോൺ വെജിറ്റേറിയൻ മാത്രം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പോലും ഈ ഒരു വെജിറ്റേറിയൻ വിഭവം കഴിക്കാൻ തീർച്ചയായിട്ടും ആഗ്രഹിക്കും. അത് ഒരു പ്രാവശ്യമെങ്കിലും കഴിച്ചാൽ പിന്നെയും കഴിക്കും. എന്ന് വെച്ചാൽ നല്ല സോഫ്റ്റാണ്. കാര്യം പനീർ നമ്മൾ വറുത്തല്ലല്ലോ ചേർക്കുന്നത്. ഈ കുറുമയിൽ എപ്പോഴും നമ്മൾ ഫ്രഷ് പനീറാണ് ചേർക്കുന്നത്. അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ്സും ഉണ്ടാവും. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒരു സ്വാദ് ഉണ്ടാവും. എന്തായാലും നന്നായിട്ടുള്ളൊരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ വിഭവമാണ്. തീർച്ചയായിട്ടും പരീക്ഷിക്കുക. എല്ലാവർക്കും ഇഷ്ടം.